Dear students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഹിസ്റ്ററിയുടെ 5th ചാപ്റ്റർ ആയ കിങ്ഡംസ്, കിങ്സ് ആൻഡ് ആൻ ഏർലി റിപ്പബ്ലിക് എന്ന് പറയുന്ന ലെസൺ ആണ്. കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം, കിങ് രാജാവ്. ആൻ ഏർലി റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണം. പണ്ട് കാലത്തുണ്ടായിരുന്ന ജനാധിപത്യ ഭരണത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Election day, തിരഞ്ഞെടുപ്പ് ദിവസം. ശങ്കരൻ woke up to see his grandparents already to go and vote. നോക്കിയേ, ശങ്കരൻ രാവിലെ എണ്ണീറ്റപ്പം തന്നെ മനസ്സിലായി അവരുടെ ഗ്രാൻഡ് പാരൻസ് വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ദേ വാണ്ടഡ് ടു ബി ദ ഫാസ്റ്റ് ടു റീച്ച് എ പോളിംഗ് ബൂത്ത്. അതായത് പോളിംഗ് ബൂത്തിൽ ആദ്യം തന്നെ അവർക്ക് എത്തിച്ചേരണമെന്നുണ്ടായത്. പോളിംഗ് ബൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥലം. Why? Shankaran wanted to know where they so excited. ശങ്കരൻ ആപ്പാടെ സംശയമായി ഇത്രയും സന്തോഷത്തോടെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇവർ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? Somewhat impatiently his grandfather explained. അപ്പോൾ ഈ ശങ്കരൻ്റെ സംശയത്തിന് വളരെ ഇംപേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അക്ഷമനായി. എന്താ അക്ഷമനാകാൻ കാര്യം? അദ്ദേഹം ഗ്രാൻഡ് ഫാദർ അക്ഷമനാകാൻ കാര്യം അദ്ദേഹം പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം വളരെ അക്ഷമയോടുകൂടി ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വി ക്യാൻ ചൂസ് അവർ ഓൺ റൂളേഴ്സ് ടുഡേ. ഇന്ന് നമുക്ക് നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ദിവസമാണ്. ഹൗ സം മെൻ ബിക്കം റൂളേഴ്സ്. എങ്ങനെയാണ് കുറച്ച് ആൾക്കാർ ഭരണാധികാരികളായി മാറുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ചൂസിങ് ലീഡേഴ്സ് ഓർ റൂളേഴ്സ് ബൈ വോട്ടിംഗ് ഈസ് സംടൈംസ് ദാറ്റ് ഹാഡ് ബിക്കം കോമൺ ഡ്യൂറിങ് ദ ലാസ്റ്റ് 50 years ഓർ സോ. ഏകദേശം 50 വർഷത്തിനോട് അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ നമ്മളിങ്ങനെ ഇലക്ഷനിലൂടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ബട്ട് അതിന് മുമ്പ് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പും കുറേ ആൾക്കാർ റൂളേഴ്സായിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ രാജാക്കന്മാരെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ ഈ രാജാക്കന്മാരായത് ബൈ പെർഫോമിങ് ബിഗ് സാക്രിഫൈസസ് എന്ന് പറഞ്ഞാൽ ബലി അല്ലെ ത്യാഗം എന്നാണ് പറയുന്നത്. വലിയ ബലികളൊക്കെ നടത്തിയാണ് അന്ന് രാജാക്കന്മാരായിട്ട് അവർ മാറിയത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദ അശ്വമേധ ഓർ ഹോഴ്സ് സാക്രിഫൈസ് വാസ് വൺ സച്ച് റിച്വൽ എന്ന് പറഞ്ഞാൽ ആചാരം എന്ന് നമ്മൾ പറയും, അല്ലെ പൂജ. അശ്വമേധ എന്നായിരുന്നു ആ രാജാക്കന്മാർ നടത്തിയ ഒരു വലിയ സാക്രിഫൈസിൻ്റെ പേര്. എന്താണെന്ന് ചോദിച്ചാൽ ഹോഴ്സ് വാസ് ലെറ്റ് ലൂസ് ടു വാണ്ടർ ഫ്രീലി ആൻഡ് ഇറ്റ് വാസ് guarded by Raja's men. If the horse wandered into the kingdoms of other Rajas and they stopped it, they had to fight. ഈ രാജാക്കന്മാർ എന്തു ചെയ്യുന്നറിയുമോ? എനിക്കിപ്പം ഞാനൊരു രാജാവാണെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും ശക്തനായ കുതിരയെ തുറന്നു വിടും. എന്നിട്ട് ഈ തുറന്നു വിടുമ്പോൾ ഈ കുതിര ഏത് വഴിയിലൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ കുതിര പോകുന്നതിന് ഗാർഡായിട്ട് ഈ രാജാവിൻ്റെ ജോലിക്കാരുണ്ടാവും. ഈ ഹോഴ്സ് ഏതൊക്കെ രാജാവിൻ്റെ രാജ്യത്തൂടെ കയറുന്നോ ആ രാജ്യമെല്ലാം ഇപ്പം ഞാനാണ് രാജാവെങ്കിൽ എൻ്റെ കീഴിലായി എന്നാണ് അർത്ഥം. ഇനി അഥവാ മറ്റ് രാജാക്കന്മാർക്ക് ഈ രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ രാജ്യം ഈ രാജാവിന് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്ത് ജയിക്കണം. If they allowed the horse to pass, it means that they accepted that the Raja was wanted to perform the sacrifice was stronger than them. These Rajas were then invited to the sacrifice, which was performed by specially trained priests who were rewarded with gift. ഇനിയും ഇങ്ങനെ രാജാക്കന്മാർ അടുത്ത രാജ്യങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇത് പൂർത്തിയാക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ പിടിച്ചെടുക്കുന്നതിന്. അതിനു വേണ്ടിയിട്ട് അവർ പുരോഹിതൻ ബ്രാഹ്മിൻസാണ്, പുരോഹിതന്മാരൊക്കെ ചേർന്ന് വലിയ പൂജകളൊക്കെ നടത്തും. ദ രാജ ഹു ഓർഗനൈസ്ഡ് ദ സാക്രിഫൈസ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ബീയിങ് വെരി പവർഫുൾ ആൻഡ് ഓൾ ദോസ് ഹു കെയിം ബോട്ട് ഗിഫ്റ്റ് ഫോർ ഹിം. ഇങ്ങനെ ബലി നടത്തി അല്ലെങ്കിൽ ത്യാഗങ്ങൾ നടത്തി ഇത്രയും വലിയ പൂജകളൊക്കെ നടത്തുന്ന രാജാവിനെ മറ്റു രാജാക്കന്മാരെല്ലാം അംഗീകരിച്ചിരുന്നു. അപ്പോൾ മറ്റ് രാജാക്കന്മാരെല്ലാം ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു. ദ രാജ വാസ് എ സെൻട്രൽ ഫിഗർ ഇൻ ദീസ് റിച്വൽസ്. ഈ പൂജകളുടെയൊക്കെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് രാജാവ് തന്നെയായിരുന്നു. ഹി ഓഫൺ ഹാഡ് എ സ്പെഷ്യൽ സീറ്റ്, എ ത്രോൺ ഓർ എ ടൈഗർ സ്കിൻ. ഹിസ് ചാരിറ്റർ ഹു വാസ് ഹിസ് കമ്പാനിയൻ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ആൻഡ് വിറ്റ്നസ്ഡ് ഹിസ് എക്സ്പ്ലോയിറ്റ്സ് സ്റ്റാൻഡേർഡ് ടെയിൽസ് ഓഫ് ഹിസ് ഗ്ലോറി.
അപ്പോൾ ഈ രാജാവാണ് ഈ ബലിയിൽ അല്ലെങ്കിൽ ഈ പൂജയിൽ പ്രാധാന്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം ത്രോണ് ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയനായിട്ടുള്ള ആൾ, ഈ രഥം ഓടിക്കുന്ന ആൾ, അദ്ദേഹം ആണെങ്കിൽ ഈ രാജാവിൻ്റെ കീർത്തി, ഈ രാജാവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് ഇങ്ങനെ നാടുകൾ തോറും പറഞ്ഞു നടക്കുമായിരുന്നു. His relatives, especially his wife and sons, had to perform variety of minor rituals. അതെ, ഈ രാജാവിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ചെറിയ ചെറിയ പൂജകൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. The other rajas were simply spectators who had to sit and watch the performance of the sacrifice. മറ്റ് രാജാക്കന്മാർ ഇതിനകത്ത് പ്രത്യേകിച്ച് പൂജകളൊന്നും ചെയ്യുന്നില്ല, അവർ വെറുതെ അവിടെ ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയായിരുന്നു. Priests performed the rituals including sprinkling of sacred water on the king, the ordinary people. The Vishur Vaishya also brought gift. ഇനി ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന ആൾ, അതായത് ബ്രാഹ്മണാണ്, പ്രീസ്റ്റ് ഈ വെള്ളമൊക്കെ കുടഞ്ഞ്, അതായത് സേക്രഡ് വാട്ടർ, പുണ്യ വെള്ളം കുടഞ്ഞ്, അതായത് നല്ല വെള്ളം കുടഞ്ഞ് രാജാവിനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ വൈശ്യാസ് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. Some people such as those who are regarded as Shudras by the priests were excluded from the rituals. ഇതിൽ നിന്നും ശൂദ്രാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരെന്താണ്, ഈ റിച്വൽസിൽ, ഈ പൂജകളിലൊന്നും അവർ പങ്കെടുപ്പിച്ചിട്ടില്ല. Make a list of all these who would present in the sacrifice, which are the categories they were described in terms of their occupation. നോക്കി, ഇത് ആരൊക്കെയായിരുന്നു ഈ പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ആരാണ് സെൻട്രൽ ക്യാരക്ടർ? രാജ, പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളുമാണ് ഇതിനകത്തിൽ പൂജകൾ നടത്തുന്നത്. പിന്നെ മറ്റ് രാജാക്കന്മാർ വെറുതെ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുക, അതായത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, പ്രീസ്റ്റാണ് ഇത് നടത്തുന്നത്. പിന്നെന്താ, വൈശ്യാസൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, പക്ഷേ ശൂദ്രാസിനെ അവിടെ കയറ്റിയിരുന്നില്ല. അത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇനി വർണ്ണാസ്. There were 4 social categories, namely Brahmins, Kshatriyas, Vaishyas and Shudras. Brahmins were expected to study and teach the Vedas, performing sacrifices and receive gift. അതായത് 4 തരത്തിലുള്ള വർണ്ണങ്ങളാണ്. അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ജാതി വ്യവസ്ഥ എന്ന് പറയാം. ഒരു സമൂഹത്തിൽ 4 രീതിയിലായിരുന്നു ആൾക്കാരെ അവർ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ബ്രാഹ്മിൻസ്, അവർ വേദങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് ക്ഷത്രിയസ് ആണ്, അവരെന്താ ചെയ്യുന്നതെന്ന് അറിയുമോ, യുദ്ധം ചെയ്യുന്ന ആൾക്കാർ. വൈശ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാർമേഴ്സാണ്, പിന്നെ കന്നുകാലികളെ നോക്കുന്ന ആൾക്കാരാണ്, പിന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അവരെല്ലാം വൈശ്യാസ് എന്നാണ് പറയുന്നത്. ശൂദ്രാസ് എന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും താണ വർണ്ണം ആയിരുന്നു, അതായത് ഏറ്റവും താണ ജാതിക്കാരെന്ന് പറയുക. അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റ് ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരല്ലേ, അതായത് ബ്രാഹ്മൺസ്, ക്ഷത്രിയസ് ആൻഡ് വൈശ്യാസ്, അവരെ സഹായിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇനി ജനപദാസ്, ഇവിടെ നമുക്കൊരു പിക്ചറുണ്ട് കേട്ടോ, പെയിൻറ്റഡ് ഗ്രേ വെയറിൻ്റെ ഒരു പിക്ചർ. ഇത് വളരെ നല്ല സ്മൂത്തായിട്ട് ഉള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇത്തരം പാത്രങ്ങൾ അവർ യൂസ് ചെയ്യുന്നിരുന്നത് ഏതെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ വരുമ്പം ഉപയോഗിക്കാനായിട്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പാത്രമാണിത് കേട്ടോ. Janapadas. The Rajas performed these big sacrifices were recognized being Rajas of Janapadas rather than Janas. The word Janapada literally means the land where the Jana set its food and settled down. അതായത് ജനസമൂഹം, അതായത് കുറേ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം എന്നാണ് അർത്ഥം ഈ ജനപദം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അതിനൊരു റൂളറും ഉണ്ടായി വരും. അങ്ങനെയാണ് ജനപദം അതിൻ്റെ റൂളേഴ്സും ഉണ്ടായത്. ആർക്കിയോളജിസ്റ്റ് ഹാവ് എക്സ്കവേറ്റഡ് എ നമ്പർ ഓഫ് സെറ്റിൽമെൻറ്റ്സ് ഇൻ ദോസ് ജനപദാസ് സച്ച് ആസ് പുരാണ ഖില ഇൻ ഡൽഹി, ഹസ്തിനപുര നിയർ മീററ്റ് ആൻഡ് Atranjikhera near Eta. The last 2 are in Uttar Pradesh. They found that people lived in huts. They kept cattle as well as other animals. They also grow varieties of crops, rice, wheat, barley, pulses, sugarcane, sesame and mustard. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഈ ജനപദങ്ങൾ നോക്കുമ്പോൾ, അതായത് ആർക്കിയോളജിസ്റ്റുകൾ, ചരിത്രകാരന്മാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ
പല തരത്തിലുള്ള പല തരത്തിലുള്ള ജനപദങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ജനപദങ്ങളാണ് പറഞ്ഞത്. പുരാണഖില ഡൽഹിയിലേത്, പിന്നെ ഹസ്തിനപുര മീററ്റിനടുത്തുള്ളത്, പിന്നെ ഉത്തർപ്രദേശിലുള്ളത്, ഇതൊക്കെ. അപ്പോൾ ഉപയോഗിച്ചിരുന്ന അവരല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്നായിരുന്നു റൈസ്, വീറ്റ്, ബാർലി, പൾസസ്, ഷുഗർ കെയിൻ, സെസമി ആൻഡ് മസ്റ്റാർഡ്. പക്ഷേ നമ്മൾ ചാപ്റ്റർ 3-ൽ എന്തൊക്കെയാണ് പൊട്ടറ്റോയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലേ. പൊട്ടറ്റോയെ ഇതിനകത്തിൽ ചിലതൊക്കെ ഉണ്ട് അവർ കൃഷി ചെയ്തിരുന്നത്, പക്ഷെ അതല്ലാതെ വേറെ പല ഐറ്റംസ് നമുക്ക് അതിനകത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. They made earthen pots. Some of them were grey in color, others are red. One special type of pottery found in the sites are called painted graveware. അതിൻ്റെ പിക്ചർ നമ്മൾ മുമ്പേ കണ്ടത്. അതായത് earthen pots, മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, കുടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകം പെയിൻറ്റ് ചെയ്ത് ഗ്രേവെയർ, അതായത് ഏകദേശം ഗ്രേയും റെഡും കളറായിരുന്നു. അത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഈ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തതാണ്. ഇതിൽ ജോമെട്രിക് പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ജോമെട്രിക് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിള്, റെക്ടാങ്കിൾ പോലെയുള്ള പല പല ഫിഗേഴ്സും ഉണ്ടായിരുന്നു. ഈ മഹാജനപദാസ് എന്ന് പറയുന്നത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ജനപദം ഒരു പ്രത്യേക സാധാരണ ഉള്ളതിനെക്കാട്ടിൽ വലിയ ജനപദം, അതായത് കുറച്ച് ആൾക്കാരും റൂളേഴ്സ് വളരെ സ്ട്രോങ്ങും ഒക്കെ ആയിരുന്നു. അതിനെ മഹാജനപദ എന്നാണ് പറയുന്നത്. സം ഓഫ് ദീസ് ആർ ഷോൺ ഓൺ ദ മാപ്പ്. നമുക്കൊരു മാപ്പ് വന്നിട്ടുണ്ട്, അതിനകത്ത് കാണാമേ. ഈ മഹാജനപദാസ് എന്ന് പറയുന്നത് അതിനൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടായിരുന്നു, ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരിക്കും. അതുപോലെ ഇത് കോട്ട കെട്ടിയായിരിക്കും. കോട്ട, ഈ മഹാജനപദയ്ക്ക് ചുറ്റും ഒരു വലിയ കോട്ട ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ പ്രത്യേകം സംരക്ഷിക്കുന്ന രീതിയിൽ വലിയ കോട്ടകൾ ഈ രാജാക്കന്മാർ ഉണ്ടാക്കിയിരുന്നു. Forts were probably built because people were afraid of the attack from other kings and needed protection. നമ്മൾ ഈ വലിയ കോട്ടകൾ കെട്ടുന്നതിന് കാര്യം പ്രധാനമായും മറ്റ് രാജാക്കന്മാരിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് യുദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ജനപദാസിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. പാഞ്ചാല, കോസല, വൈശാലി, വാജി, മഗധ, അവന്തി, ഗാന്ധാര, ഇതെല്ലാം വളരെ പ്രശസ്തമായിട്ടുള്ള ജനപദങ്ങളായിരുന്നു. അതിനെല്ലാം ക്യാപിറ്റൽ സിറ്റി ഉണ്ടായിരുന്നു. It is also likely that some rulers wanted to show how rich and powerful they were by building these really large, tall and impressive walls around the cities. Also in this way, the land and the people living inside the fortified area would be controlled more easily by the king. ഇങ്ങനെ ഈ രാജാക്കന്മാർ ഈ കോട്ടകൾ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലർക്കും അവർ വലിയ പണക്കാരാണെന്ന് അറിയിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ ഈ കോട്ടയ്ക്കകത്തുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിയിരിക്കുമായതുകൊണ്ട് ഇവർക്ക് ഭരിക്കാനോ, അതായത് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. And buildings such as huge walls required a great deal of planning. Thousands, if not lakhs of bricks and stones have been prepared. This is done mean enormous labor provided possibly the thousands of men, women and children. All resources had to be found for all of this. ഇതുപോലെ വലിയ കോട്ടകളൊക്കെ കെട്ടിപ്പോക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പൈസ ചിലവുണ്ട്. അതുപോലെ ഒരുപാട് ലേബേഴ്സ്, ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം കൂടെ ചേർന്നാണ് ഇത്രയും വലിയ കോട്ടകളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ, ഒരു പിക്ചറ്. ഇത് വലിയൊരു കോട്ടയുടെ പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഉത്തർപ്രദേശിലുണ്ട്, കൗശംബി എന്ന് പറയുന്ന സ്ഥലത്ത്, വോൾ അറ്റ് കൗശംബിയിൽ ഉള്ള ഒരു കോട്ടയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ദ ന്യൂ രാജാസ് നൗ ബിഗാൻ മെയിൻറ്റെയിനിങ് ആർമീസ്. ഇനിയിപ്പോൾ ഈ ജനപദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജാക്കന്മാർ പട്ടാളക്കാരെ സംരക്ഷിച്ചെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനിലും ഇങ്ങനെ സോൾജിയേഴ്സിനെ കീപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഋഗ്വേദ കാലങ്ങളിൽ നമ്മളത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ മഹാജനപദാസ് എന്ന് പറയുന്ന ആ ഒരു ഇയർ ആയപ്പോൾ 2500 ഇയേഴ്സിന് മുന്നേ ആണ്. അന്ന് മുതൽ സോൾജിയേഴ്സിനെ രാജാക്കന്മാർ നിയമിക്കാൻ തുടങ്ങി, അവർക്ക് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഈ കോയിൻസ്, നാണയങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് സാലറി ആയിട്ട് കൊടുക്കാൻ തുടങ്ങി.
അപ്പം ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് 2 ways in which രാജാസ് ഓഫ് മഹാജനപദാസ് were different from those of ഋഗ്വേദ. ഋഗ്വേദത്തിൽ ഇപ്പം നമ്മൾ പഠിച്ച രാജാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. മഹാജനപദയിൽ എന്താണ്, രാജാക്കന്മാർ വലിയ ബലികൾ പൂജകളൊക്കെ നടത്തിയായിരുന്നു. എന്നിട്ടാണ് അവർ എന്ത് ചെയ്ത് രാജാക്കന്മാരായിരുന്നത്. പിന്നെ അവർക്ക് ക്യാപിറ്റൽ സിറ്റി ഉണ്ടായിരുന്നു, കോട്ടകളുണ്ടായിരുന്നു, വലിയ ആർമീസും ഉണ്ടായിരുന്നു. പക്ഷേ ഋഗ്വേദത്തിൽ അങ്ങനല്ല. ജനങ്ങൾ തന്നെ കുറച്ച് ആൾക്കാർ അതിലൊരു മിടുക്കനായ ഒരാളിനെ ലീഡറാക്കി എടുക്കുമായിരുന്നു. ഒരു ഗ്രൂപ്പിലുള്ള മിടുക്കനെ ആണ് അവരെ റൂളറായിട്ട് എടുത്തിരുന്നത്. ദേ ഡി നോട്ട് ഹാവ് ക്യാപിറ്റൽ സിറ്റി, ആർമീസ് ഇല്ലായിരുന്നു, ക്യാപിറ്റൽ സിറ്റി ഇല്ലായിരുന്നു. അതുപോലെ ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിയും ഋഗ്വേദ കാലത്ത് ഇല്ലായിരുന്നു. ഇനിയും മഹാജനപദയിൽ നമ്മൾ ടാക്സസ് കളക്ട് ചെയ്യുന്നുണ്ട്. So rulers of the Mahajanavada were building huge fort, maintaining big armies. They needed more resources. അപ്പം പണ്ട് രാജാക്കന്മാർ, അതായത് ഈ ലീഡേഴ്സ് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ മഹാജനപദ കാലത്തിലേക്ക് വന്നപ്പോൾ ആ ചെറിയ ഗിഫ്റ്റുകൾ കൊണ്ടും ഒന്നും രാജാവിന് ഇതുപോലെ വലിയ കോട്ടകൾ ഉണ്ടാക്കാനോ അല്ലെ വലിയൊരു ആർമിയോ പോറ്റാനോ ഒന്നും പറ്റാതെ വന്നു. അവരപ്പോൾ എന്തോ ചെയ്തു, അവർ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെയാണെന്ന് അറിയാമോ? ടാക്സസ് ഓൺ ക്രോപ്സ്, അതായത് ധാന്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന് ടാക്സ്. പിന്നെന്താണ്, ക്രാഫ്റ്റ് പേഴ്സൺസ്, ഏതെങ്കിലും കലകളൊക്കെ, അതായത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിൽ നിന്ന് ടാക്സ് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ആനിമൽസും ആനിമൽ പ്രോഡക്ട്സും, ആനിമൽസിനെ വളർത്തുന്ന ആൾക്കാരിൽ നിന്ന് ടാക്സ് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ട്രേഡ് നടക്കുന്ന, കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സിൽ നിന്ന് വരെ അവർ ടാക്സ് വാങ്ങിക്കാന്ന് വെച്ചാൽ, ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് എങ്ങനെയായിരിക്കും അവർക്ക് ടാക്സ് കൊടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് വുഡ് യു തിങ്ക് വുഡ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ബൈ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ്? അവർ കൂടുതലും ഫോറസ്റ്റിൽ പോയി ഹണ്ട് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അവർ കൂടുതലും എന്തായിരിക്കും കൊടുത്തിരിക്കുന്നത്? മീറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, മീറ്റും പിന്നെന്താണ് ഫോറസ്റ്റ് പ്രോഡക്ട്സും. ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഹണി പോലെയുള്ള സാധനങ്ങളല്ലേ, ഇതൊക്കെയായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയിൽ വന്ന മാറ്റങ്ങൾ. അപ്പം ആദ്യം നമ്മൾ കാണുന്ന ഈ പ്ലൗസ്, അതായത് കലപ്പുകൾ വുഡിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ പിന്നെ അവർ അയൺ കൊണ്ടുണ്ടാകുന്ന ഈ കലപ്പുകൾ ഉപയോഗിച്ചത്. എന്താ കാര്യം എന്നറിയാമോ? കൂടുതൽ മണ്ണിണങ്ങി ധാരാളം കൃഷിക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാർ പിന്നെ ചെയ്തിരുന്നത്, അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു പാടി. അതായത് എവിടെ കുറച്ച് നേരത്തെ അങ്ങനെയല്ല, കുറച്ച് വിത്ത് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് എവിടെയെങ്കിലുമൊക്കെ കിളിക്കും. ഇതങ്ങനെയല്ല, അവർ കൃഷി ഈ വിത്തെല്ലാം കൂടി ഒരുമിച്ചിട്ട് കിളിപ്പിച്ചിട്ട് ആ പ്ലാന്റ്സ് കൊണ്ടുപോയി ഫീൽഡിൽ വെച്ച്, അതായത് കുഴിച്ച് വെച്ച് ധാരാളം റൈസ്, അരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ ഇൻക്രീസ് പ്രൊഡക്ഷൻ, അവരുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഇതൊക്കെ രാജാക്കന്മാർ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് എന്തായിരുന്നു അറിയാമോ? അവർ എൻകറേജ് ചെയ്തിരുന്നത് എന്താ കാര്യം? ബിക്കോസ് ദേ നീഡ് മോർ മണി അല്ലേ, അവർക്ക് കൂടുതൽ ടാക്സ് പിടിക്കണമായിരുന്നു. ബിക്കോസ് ദേ നീഡഡ് മോർ മണി. അവർക്ക് ഇഷ്ടം പോലെ പൈസ വേണമെന്ന കാര്യം, ടാക്സൊക്കെ കിട്ടിയെങ്കിലേ പറ്റുമായിരുന്നു. ഇനി മഗധ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അവരൊരു മഹാജനപദയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് മഗധ. ഇത് ഗംഗയ്ക്കും സണ്ണും 2 റിവറിനിടയ്ക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആകാൻ കാര്യം ഇവിടുത്തേക്കുള്ള ട്രാൻസ്പോർട്ട്, വാട്ടർ സപ്ലൈ, മേക്കിംഗ് ലാൻഡ് ഫെർട്ടൈൽ, ഇതൊക്കെ കാരണം. ഇത് ഈ വെള്ളം ധാരാളം ഉള്ളപ്പം നാച്ചുറലി സ്ഥലങ്ങൾ ഫെർട്ടൈലായിരിക്കും, കൃഷിഭൂമി നല്ല കൃഷിഭൂമിയായിരിക്കും. പിന്നെ അതുപോലെ ധാരാളം എലിഫൻസ് ഉണ്ട്, നല്ല വലിയ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ദേ ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്, കുഡ് ബി ക്യാപ്ചർഡ് ആൻഡ് ട്രെയിൻഡ് ഫോർ ദ ആർമി. ഫോറസ്റ്റ് ഓൾസോ പ്രൊവൈഡ് വുഡ് ഫോർ ദ ബിൽഡിംഗ് ഹൗസസ്. അപ്പോൾ നമ്മൾ അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ആവശ്യത്തിന് വുഡ് ഉണ്ടായിരുന്നു, ഹൗസസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, കാർട്സ്, വണ്ടികളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അതായത് രഥമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ, നമ്മുടെ ഇന്നത്തെ പോലത്തെ വണ്ടികളല്ല, രഥങ്ങളാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പം അതുപോലെ അയൺ മൈൻ ചെയ്ത് ഇരുമ്പ് കൊണ്ടുള്ള ടൂൾസൊക്കെ അവർ ഉപയോഗിച്ച്, വെപ്പൺസൊക്കെ ഉപയോഗിച്ചിരുന്നു.
മഗധയിലെ പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരായിരുന്നു ബിംബിസാർ ആൻഡ് അജാതശത്രു. ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായിട്ടും ഈ മഗധയുടെ പവർഫുൾ രാജാക്കന്മാരായിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് മഹാപത്മനന്ദ വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് റൂളർ. അതുപോലെ മഹാപത്മനന്ദ എന്ന് പറയുന്ന ആളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളറായിരുന്നു. ഹി എക്സ്റ്റെൻഡഡ് ഹിസ് കൺട്രോൾ അപ് ടു ദ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് സബ് കോണ്ടിനെൻറ്റ്. രാജഗൃഹ present day Rajgir in Bihar was the capital of Magadha for several years. രാജഗൃഹ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മഗധയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് മാറിയുന്ന ആദ്യകാലങ്ങളിൽ. പിന്നത് പാടലീപുത്രത്തിലോട്ട് മാറ്റുകയും ചെയ്യുന്നു, ഇപ്പോഴത്തെ പാട്ന. More than 2300 years ago, the ruler named Alexander, who lived in Macedonia in Europe, wanted to become world conqueror. ഇത് ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട് മാസിഡോണിയയിൽ നിന്നും, അതായത് യൂറോപ്പിലെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ലോകം കീഴടക്കാൻ വേണ്ടി വന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന രാജാവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അദ്ദേഹം ഈജിപ്തും വെസ്റ്റ് ഏഷ്യയും ഒക്കെ കീഴടക്കിയിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ സോൾജിയേഴ്സ് അദ്ദേഹത്തിനെ എതിർത്തു എന്നാണ് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇതിൽ പറയുന്ന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ആർമി, ഇന്ത്യയിലെ രാജാക്കന്മാരും ആർമിയും വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ജയിക്കാൻ അത്ര എളുപ്പമില്ല എന്നതുകൊണ്ടാണ്. രണ്ടാമതായിട്ടൊരു റീസൺ പറയുന്നത് ഈ ഈജിപ്തിലും വെസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഇത് കോൺകർ ചെയ്ത് ഒത്തിരിയും വർഷങ്ങൾ ഈ ആർമീസ് അവരുടെ ഫാമിലിയിൽ നിന്നും വിട്ടു നിന്ന്, പിന്നെ അതുപോലെ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരികയും ആ സോൾജിയേഴ്സ്, അതായത് അലക്സാണ്ടറിൻ്റെ സോൾജിയേഴ്സ് ഒരുപാട് മരിച്ചു പോവുകയും ചെയ്തപ്പോൾ മറ്റു സോൾജിയേഴ്സ് പൊതുവെ എതിർപ്പ് പ്രകടിപ്പിച്ചു. വീണ്ടും അവർക്ക് തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വരികയും അങ്ങനെ ഇന്ത്യയിലേക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റ് വരാതിരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇൻ വാട്ട് വേസ് വേർ ദ ആർമീസ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ഋഗ്വേദ. ഋഗ്വേദത്തിൽ നിന്നും പറയുന്ന ആർമിയിൽ നിന്നും മഹാജനപദത്തിലുള്ള ആർമിയുടെ ഡിഫറൻസ് ആണ് പറയുന്നത്. അവിടെ റെഗുലർ ആർമി ഇല്ലായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ. പിന്നെ എന്താ പറയുന്നത്, ഒരു യുദ്ധം വന്നാൽ മിക്കവാറും എല്ലാ ആൾക്കാരും അങ്ങ് യുദ്ധത്തിൽ പങ്കെടുക്കും. പക്ഷേ ഇവിടെ അങ്ങനല്ല. മഹാജനപദത്തിൽ സോൾജിയേഴ്സ് ഉണ്ട്, അവർക്ക് സാലറി ഉണ്ട്, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു ഉള്ളത്. വാജിയെക്കുറിച്ചാണ്, നമ്മൾ മഗധയെക്കുറിച്ച് പറഞ്ഞ പോലെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വാജി എന്ന് പറയുന്നത്. ഇത് വാജി ദ ക്യാപിറ്റൽ ഓഫ് വൈശാലി. വൈശാലി ആയിരുന്നു വാജിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഗണ ഓർ സംഘ എന്നായിരുന്നു അതിന് പറയുന്നത്. In a Gana or Sangha, there were not one but many rulers, each one known as Raja. These Rajas performed rituals together. They also met in assemblies and decided that they had to be done how these discussions and debate. For example, if they were attacked by an enemy, they met to discuss and what should be done to meet threat. However, women, Dasas and Kamagaras would not participate in these assemblies. ഈ സംഘ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ സംഘ എന്ന് പറയുന്ന വാജി എന്ന് പറയുന്ന സ്ഥലത്ത് സംഘ എന്ന് പറയുന്ന രീതിയിലായിരുന്നു. മഹാജനപദ എന്നല്ല, സംഘ എന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു രാജാവല്ലായിരുന്നു, കുറേ രാജാക്കന്മാരുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം കൂടെ കൂടി ആലോചിച്ച് എന്ത് തീരുമാനവും എടുക്കുന്നത്. അവർ ഇതുപോലെ അസംബ്ലീസ് കൂടിയിട്ട് അതിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ ഒരു യുദ്ധം വന്നാലും എല്ലാവരുമായിട്ട് ആലോചിച്ച് മാത്രമാണ് അവർ ചെയ്തിരുന്നത്, ഈ രാജാക്കന്മാരെല്ലാവരും കൂടെ ചെയ്തിരുന്നത്. പക്ഷേ ഈ അസംബ്ലിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. വുമൻ, സ്ത്രീകളെ അവർ പങ്കെടുപ്പിച്ചിരുന്നില്ല. ദാസർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മൾ ശൂദ്രാസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ദാസാസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കമകാരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധാരണയായി ലാൻഡ് ഇല്ല, സ്വന്തമായ ഭൂമി ഇല്ലാത്ത ആൾക്കാർ. അവർ മറ്റുള്ളവരുടെ സ്ഥലത്താണ് കൃഷി ചെയ്ത് ജീവിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരെയും ഈ അസംബ്ലികളിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. This is an account of Vajis from the Nikaya, a famous Buddhist book, which contains some of the speeches of the Buddha. These were written down about 2300 years ago. അപ്പോൾ ഒരു ബുദ്ധിസ്റ്റ്, ഇത് ബുദ്ധമതമായിരുന്നു ഈ വാജിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സംഘ എന്ന് പറയുന്ന വാക്ക് തന്നെ ബുദ്ധമതത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനതിലെ പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്.
അജാതശത്രു ആൻഡ് ദ വാജീസ്. അജാതശത്രു ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ബിംബിസാര അജാതശത്രുമായിരുന്നു മഗധയിലെ പ്രധാനമായിട്ടുള്ള രാജാക്കന്മാർ. അജാതശത്രു wanted to attack വാജീസ്. ഈ വാജീസിനെ അറ്റാക്ക് ചെയ്യണമെന്ന് അജാതശത്രുവിനുണ്ടായിരുന്നു. He sent his minister named വാസകര to the Buddha to get his advice from the matter. ബുദ്ധയെ ഇതിനു വേണ്ടിയിട്ട്, അതായത് ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഇതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്റ്ററിനെ വിട്ടിരുന്നു. The Buddha asked whether the Vajis met frequently in full assemblies, and when he heard that they did, he replied that Vajis would and continue to prosper as long as. നോക്കിയേ, വാജീസ് വളരെ അഭിവൃദ്ധിയായിട്ട് നടക്കും എന്ന് വരെയാണെന്നാണ് ബുദ്ധ പറഞ്ഞത്. ദേ ഹാഡ് ഫുൾ ആൻഡ് ഫ്രീക്വൻറ്റ് പബ്ലിക് അസംബ്ലി. അവർ നന്നായിട്ട് അസംബ്ലി ഹാൻഡിൽ ചെയ്യും, അതായത് മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം അറിഞ്ഞായിരുന്നു റൂളേഴ്സ് ഭരിച്ചിരുന്നത്. ആൻഡ് മെറ്റ് ആൻഡ് ആക്ട് ടുഗദർ, ഒരുമിച്ചായിരുന്നു അവരെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ദേ ഫോളോ എസ്റ്റാബ്ലിഷ് റൂൾസ്, നല്ല കറക്റ്റായിട്ടുള്ള ഭരണതന്ത്രങ്ങൾ അല്ലെങ്കിൽ റൂൾസ് എല്ലാം, നയങ്ങളെല്ലാം കറക്റ്റായിരുന്നു. ദേ റെസ്പെക്റ്റഡ് സപ്പോർട്ടഡ് ലിസൺ ടു ദ എൽഡേഴ്സ്, മുതിർന്ന ആൾക്കാരെ അവർ റെസ്പെക്റ്റ് ചെയ്യുകയും എൽഡേഴ്സിന് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. വാജി ഹോൾഡ് ഇൻ ദ ഫോഴ്സ് ഓർ ക്യാപ്ചർ, ഒരിക്കലും വാജിയിലെ ആൾക്കാരെ, സ്ത്രീകളെ ആരും ഉപദ്രവിക്കുകയില്ലായിരുന്നു. ആൻഡ് ചൈത്യാസ്, ദാറ്റ് ഈസ് ലോക്കൽ ഷ്രൈൻസ്, അതായത് നമ്മൾ വിഗ്രഹങ്ങളെല്ലാം അവർ നന്നായിട്ട് ടൗണിലും വില്ലേജിലും എല്ലാം ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, അവർ സൂക്ഷിച്ച് വെച്ചിരുന്നു. ആൻഡ് വൈ സെയിൻസ് ഹു ഫോളോഡ് ഡിഫറെൻറ്റ് ബിലീഫ്സ് വെർ റെസ്പെക്റ്റഡ് ആൻഡ് അലൗഡ് ടു എൻ്റർ ദ ലീവ് കൺട്രി ഫ്രീലി. അതുപോലെ നല്ല സെയിൻസിനൊക്കെ എപ്പോൾ വേണേലും, സന്യാസികളൊക്കെ എപ്പോൾ വേണേലും അവിടെ വരികയും അവർക്ക് അവിടെ ജീവിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു വാജിയിലുണ്ടായിരുന്നത്. അപ്പം എപ്പോഴും ജനപദത്തിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല റൂളിംഗ് സിസ്റ്റമായിരുന്നു വാജിയിൽ ഉണ്ടായിരുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇതേ ഹെൽപ്ഫുൾ, ഇതിപ്പോൾ വാജീസിൻ്റെ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ദേ ഹാഡ് ഫുൾ ആൻഡ് ഫ്രീക്വൻറ്റ് പബ്ലിക് അസംബ്ലീസ്, ദേ മേറ്റ് ആൻഡ് ആക്ടഡ് ടുഗദർ, ദേ ഫോളോഡ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്, ദേ റെസ്പെക്റ്റഡ് സപ്പോർട്ട് ആൻഡ് ലിസൺ ദ എൽഡേഴ്സ്, വാജി വുമൺ വെർ നോട്ട് ഹെൽഡ് ബൈ ഫോഴ്സ് ഓർ ക്യാപ്ചേർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വാജി സംഘവും മഹാജനപദവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒരിക്കലും മഹാജനപദത്തിൽ അവർ പബ്ലിക് അസംബ്ലീസ് കൂടിയിരുന്നില്ല, അവർ ഒരുമിച്ചല്ലായിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ എന്താണ്, റൂളേഴ്സ് അല്ലെ രാജാസ് ആയിരുന്നു, രാജാക്കന്മാർ എന്ത് തീരുമാനിക്കുന്നു അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. രാജാസ് ഓഫ് പവർഫുൾ കിങ്ഡം ട്രൈ ടു കോൺകർ സംഘാസ്, nevertheless they lasted for a very long time till 1500 years ago, when the last of the Ganas or Sanghas were conquered by Gupta rulers. ഗുപ്ത രാജവംശം വരുന്ന സമയം വരെ ഈ സംഘകാലഘട്ടം വളരെ ഭംഗിയായി നിലനിന്ന് പോന്നിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. ഈ സംഘാസിൻ്റെ 1500 വർഷങ്ങൾ മുമ്പ് വരെ ഈ സംഘകാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗുപ്ത റൂളേഴ്സ് വന്നതും ഈ സംഘ എന്ന് പറയുന്ന ആ രാജവംശം ഇല്ലാതായി പോയതും. നമ്മുടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.